ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 129ാമത് മാരാമൺ കൺവെൻഷൻ്റെ വ്യാഴാഴ്ച വൈകിട്ടത്തെ ധ്യാനത്തിനായി ദൈവത്തിൻ്റെ കൃപാസനത്തിൻ്റെ മുൻപാകെ നമ്മൾ ഒരുങ്ങി വന്നിരിക്കുന്നു. നമ്മുടെ ഉള്ളിലും നാം നിൽക്കുന്ന ഈ സ്ഥലത്തും ദൈവാത്മാവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു തുളുമ്പുന്നു. ദൈവാത്മാവിൻ്റെ സാന്നിധ്യമുള്ള ഈ സ്ഥലത്ത് നിൽക്കുന്നതിനും ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുന്നതിനും കരുണയുടെ ശുശ്രൂഷ എനിക്ക് നൽകിയ, നമുക്കേവർക്കും നൽകിക്കൊണ്ടിരിക്കുന്ന സർവശക്തനായ ദൈവം തമ്പുരാൻ്റെ കൃപയ്ക്ക്, കൃപാധിക്യത്തിന് 1000 സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കട്ടെ. അഭിവന്യ മെത്രാപ്പൊലീത്ത തിരുമേനി, അഭിവന്യ ഫിലക്സിനോസ് തിരുമേനി, അഭിവന്യ തിരുമേനിമാരെ, വികാരി ജനറൽ അച്ഛന്മാരെ, വൈദികരെ, സുവിശേഷകരെ, സന്യസ്തരെ, ദൈവജനമേ, നിങ്ങൾക്കേവർക്കും വചനധ്യാനത്തിന് മുൻപ് ക്രിസ്തുവേശുവിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഈ നിമിഷം എന്നെ സംബന്ധിച്ചിടത്തോളം, നാം ഏവരെയും സംബന്ധിച്ചിടത്തോളം ഒരു അനർഘ നിമിഷമാണ്. കാരണം നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മശിഹായുമായുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തെ പുനഃക്രമീകരണം ചെയ്യുന്നതിന് ദൈവവചനം നമ്മോട് ഇടപെടണം എന്ന് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയുടെ വെളിച്ചത്തിൽ ദൈവത്തിൻ്റെ വചനം ദൈവം നമുക്ക് നൽകുമ്പോൾ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്തുന്നതിന്, പുനഃക്രമീകരിക്കുന്നതിന് സന്നദ്ധതയോടുകൂടെ നാം ഈ പന്തലിൻ്റെ കീഴിൽ ഇരിക്കുന്നു. അതിന് ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥനാ മനസ്സോടുകൂടെ, പ്രാർത്ഥനാ ഹൃദയത്തോടുകൂടെ ദൈവവചന കേൾവിക്കായിട്ട് ഒരുങ്ങാം. ഒരുമിച്ചുള്ള ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലുസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. അപ്പോസ്തലനായ വിശുദ്ധ പൗലുസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ചരിത്രത്തെ നയിക്കുന്ന ഞങ്ങളുടെ ദൈവം തമ്പുരാനെ, വർത്തമാന കാലഘട്ടത്തിൽ നിൻ്റെ കണ്ണാടിയായി പ്രവർത്തിക്കുവാൻ നീ ഞങ്ങളെ വിളിച്ചിരിക്കുന്നുവല്ലോ. ഇന്നലകളുടെ വെളിച്ചത്തിൽ ഞങ്ങളുടെ ഇന്നുകളെ നിർവചിക്കുന്നതിനും നാളെയെക്കുറിച്ചുള്ള ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ ഇന്ന് ഞങ്ങൾ ജീവിക്കുന്നതിനും നിൻ്റെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിലുള്ള അസ്ഥിയിൽ അലിഞ്ഞ ആഴമായ ആധ്യാത്മികത രൂപപ്പെടുത്തുന്നതിനും നിൻ്റെ വചന കേൾവി ഞങ്ങളെ സഹായിക്കണമേ. എളിയാടിയൻ്റെ വായിലെ വാക്കുകളും ഞങ്ങൾ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ധ്യാനവും ദൈവമേ അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. യേശു മശിഹാ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഗുണനിലവാര പരിശോധനയിൽ ഒരു പ്രത്യേക സംജ്ഞ എപ്പോഴും സ്മരിക്കാറുണ്ട്. എണ്ണം വേണ്ടുന്നിടത്ത് എണ്ണം വേണം, മേന്മ വേണ്ടുന്നിടത്ത് മേന്മ വേണം,
നന്മ വേണ്ടുന്നിടത്ത് നന്മ വേണം. ഇവ മൂന്നിൻ്റെയും സമഞ്ജസ സമ്മേളനത്തിൽ നന്മയുടെ പൂമരങ്ങളായി ലോകത്തിന് പ്രകാശം കൊടുക്കുവാൻ കഴിയും. മെഡിറ്ററേനിയൻ സ്ഥലത്ത് അഥവാ ഏഷ്യ മൈനറിലിരിക്കുന്ന സ്ഥിതി ചെയ്യുന്ന ഫിലിപ്പ്യ എന്ന നഗരത്തിലെ വിശ്വാസികൾക്ക് റോമിലെ കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് വിശുദ്ധനായ പൗലുസ് ഒരു ലേഖനം എഴുതുകയാണ്. ആ ലേഖനം എഴുതുമ്പോൾ പൗലുസ് ആഗ്രഹിക്കുന്നത് എണ്ണത്തിൽ വർദ്ധിതമായതും നന്മയിൽ വർദ്ധിതമായതും മേന്മയിൽ വർദ്ധിതമായതുമായ ഒരു സഭയായി, വിശ്വാസ സമൂഹമായി ഫിലിപ്പ്യയിലെ ഈ സഭ വളരണം. ഇന്ന് രാത്രികാലം ഈ മണൽപ്പരപ്പിലിരിക്കുന്ന നമ്മളോട് ദൈവം തമ്പുരാൻ ആവശ്യപ്പെടുന്നത് എണ്ണത്തിൽ വർദ്ധിതമായി, നന്മയിൽ വർദ്ധിതമായി, മേന്മയിൽ വർദ്ധിതമായി ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ കണ്ണാടികളായി ക്രിസ്തുവിനെ പ്രതിബിംബിക്കുന്ന ഒരു വിശ്വാസ സമൂഹമായി ഈ വർത്തമാന കാലഘട്ടത്തിൽ ജീവിക്കണം എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പൗലുസ് തൻ്റെ രണ്ടാമത്തെ മിഷണറി യാത്ര കഴിഞ്ഞതിന് ശേഷം താൻ മൂന്നാമത്തെ മിഷണറി യാത്രയും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ 60-62 കാലഘട്ടത്തിൽ അദ്ദേഹം റോമിലേക്ക് പോവുകയാണ്. ആ റോമിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ റോമൻ പോലീസ് പിടിച്ച് ജയിലിലിടുകയാണ്. ആ റോമിൽ കൂടെ അദ്ദേഹത്തെ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം ചില കാഴ്ചകൾ കാണുന്നുണ്ട്. ചില സ്മാരകങ്ങളിലേക്ക് അദ്ദേഹം സൂക്ഷ്മമായി നോക്കുന്നുണ്ട്. ആ കാഴ്ചകളും ആ സ്മാരകങ്ങളും അദ്ദേഹത്തിന് ചില അരോലസം ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് അസ്വസ്ഥമാകുന്നുണ്ട്. അതായത് അസമാധാനമുണ്ടാക്കുന്ന റോമാക്കാർ സമാധാനത്തിൻ്റെ സ്മാരകങ്ങൾ പണിയുന്നു. അസമാധാനമുണ്ടാക്കുന്ന റോമാൻ പട്ടാളക്കാർ സമാധാനത്തിൻ്റെ വക്താക്കളായി പൊയ്മുഖങ്ങൾ അണിയുന്നു. സ്വന്തം സഹോദരങ്ങളെ ഒറ്റുകൊടുക്കുകയും സ്വന്തം സഹോദരൻ്റെ ജീവിതത്തിന് വിലയിടുകയും ചെയ്ത യഹൂദ സമൂഹം രാത്രിയുടെ മറവിൽ റോമാ ഭരണാധികാരികളോടുകൂടെ ചേർന്ന് ഈ സ്നേഹത്തിൻ്റെ പൂമ്പാറ്റകളായി പോകുന്ന ഈ ക്രിസ്തു സമൂഹത്തെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടി പദ്ധതികളിടുന്നു. പകൽക്കാലത്ത് അവർ സഹോദരങ്ങളായിട്ട് കാണുമ്പോൾ അവർ ഷാലോം എന്ന് പറഞ്ഞ് കൈ കൊടുക്കുന്നു. എന്തൊരു വിരോധാഭാസം! ഹിംസിക്കുന്നവൻ ജീവൻ ആവശ്യപ്പെടുന്നു. ഇത് കണ്ട് മനസ്സ് അസ്വസ്ഥമായിട്ട് പൗലുസ് റോമിലെ കാരാഗൃഹത്തിൽ കിടക്കുകയാണ്. അധാർമികതയുടെ ഒരു ആഘോഷകാലമായി താൻ അതിനെ കാണുകയാണ്. ഒരു കെട്ട കാലമായി അദ്ദേഹത്തിന് ആ കാലഘട്ടത്തെ തോന്നുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിശുദ്ധനായ പൗലുസ് വിചാരിക്കുന്നു, ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ടവനും ക്രിസ്തുവിനാൽ ഹൃദയമണ്ഡലവും ബുദ്ധമണ്ഡലവും ശരീരമണ്ഡലവും ജീവിതത്തിൻ്റെ സമസ്ത അനുഭവങ്ങളും പുനഃക്രമീകരിക്കുകയും ചെയ്തിരിക്കുന്ന തനിക്ക് തൻ്റെ ജീവിതത്തെക്കുറിച്ച് പുനർനിർവചനം നടത്തിയെങ്കിലേ മതിയാകുകയുള്ളൂ.
2, ചരിത്രത്തെക്കുറിച്ച് പുനർനിർവചനവും പുനർവായനയും നടത്തിയെങ്കിലേ മതിയാകുള്ളൂ. 3, സമയത്തെക്കുറിച്ചും സമയബോധത്തെക്കുറിച്ചും പുനർവായന നടത്തിയെങ്കിലേ പറ്റൂ. അതുകൊണ്ട് ഈ ഭാഗത്ത് പൗലോസ് ഓർമ്മപ്പെടുത്തുന്നത്, ക്രിസ്തുവിൻ്റെ വിളിയുടെ വെളിച്ചത്തിൽ, ദൈവത്തിൻ്റെ പരമവിളിയുടെ വെളിച്ചത്തിൽ ഞാൻ എന്നെ തന്നെ പുനഃക്രമീകരിക്കുന്നു. ദൈവത്തിൻ്റെ പരമവിളിയുടെ വെളിച്ചത്തിൽ ഞാൻ ചരിത്രത്തെ കാണുവാൻ ശ്രമിക്കുന്നു. ദൈവത്തിൻ്റെ പരമവിളിയുടെ വെളിച്ചത്തിൽ ഞാൻ സമയത്തെ കാണാൻ ശ്രമിക്കുന്നു. ഇന്ന് രാത്രികാലം ദൈവം നമ്പുരാൻ നമ്മളോടും ആവശ്യപ്പെടുന്നത് ഇതാണ്. അസമാധാനത്തിൻ്റെ ആഘോഷകാലത്ത്, അധാർമികതയുടെ ആഘോഷകാലത്ത്, അസമത്വത്തിൻ്റെ പെരുമഴക്കാലത്ത് നമ്മുടെ വർത്തമാനകാല സമയത്തെ ക്രിസ്തുവുമായ ബന്ധത്തിൽ പുനർനിർവചിക്കുവാൻ ആവശ്യപ്പെടുന്നു. നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ പുനർനിർവചിക്കപ്പെടുവാൻ ആവശ്യപ്പെടുന്നു. ചരിത്രത്തെ പുനർനിർവചിക്കപ്പെടുവാൻ, പുനരാഖ്യാനം ചെയ്യുവാൻ ആവശ്യപ്പെടുന്നു. ചരിത്രത്തെ സ്വന്തമായി ദൈവവിളിയുടെ വെളിച്ചത്തിൽ ജീവിതത്തെ പുനരാഖ്യാനം ചെയ്ത ഒരാളാണ്, പുനർനിർവചിച്ച ഒരാളാണ് വിശുദ്ധനായ പൗലോസ്. നമ്മൾ വിചാരിക്കും ഇത് പൗലോസിനെ കൊണ്ട് മാത്രമേ കഴിയൂ. അങ്ങനെയല്ല. 940കളിൽ ഇതുപോലെ ഒരു സന്ധ്യയെങ്കിൽ ദൈവവചനം കേട്ട് ഞായറാഴ്ച അവസാനത്തെ കടശിയോഗവും കേട്ടിട്ട് തൃശ്ശൂരിനും കുന്നംകുളത്തും ഇടയ്ക്കുള്ള ഒരു ചെറുപ്പക്കാരൻ ഇതുപോലെയുള്ള ഒരു സായം സന്ധ്യയിൽ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ തൻ്റെ വീടിനെക്കുറിച്ച് തനിക്ക് ഓർമ്മയുണ്ട്. തൻ്റെ വീട്ടിൽ കുടുംബാംഗങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയുണ്ട്. അദ്ദേഹം യാത്ര ചെയ്ത് പോകുമ്പോൾ മുട്ടുമണ്ണിനടുത്ത സ്ഥലത്ത് ചെന്നു. വഴിയുടെ ഇരുവശവും പാ നെയ്യുന്നതിന് സഹായിക്കുന്ന കാടാണ്, കൈതക്കാടാണ്. അരണ്ട വെളിച്ചത്തിൽ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ ഈ കൈതക്കാട് നിറഞ്ഞു നിൽക്കുന്ന കണ്ടത്തിൽ ഒരു രോദന ഞരക്കം കേൾക്കുന്നു. ക്രിസ്തുവിൻ്റെ ഹൃദയം ഇട്ടൂപ്പെന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ തൊട്ടു. ഇട്ടൂപ്പെന്ന ചെറുപ്പക്കാരൻ ഒരു നിമിഷം കർത്താവുമായുള്ള ബന്ധത്തിൽ തൻ്റെ ജീവിതത്തെ, തൻ്റെ സ്വത്വത്തെ, തൻ്റെ ഐഡൻറ്റിറ്റിയെ പുനർനിർവചിച്ചു. അവൻ അരണ്ട വെളിച്ചത്തിൽ അവൻ അവിടേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ഒരു മനുഷ്യനല്ല, ഒരു മാംസപിണ്ഡമാണ് കിടക്കുന്നത്. ദുർഗന്ധം വമിക്കുന്ന ഒരു മാംസപിണ്ഡം അവിടെ കിടന്ന് ഞരങ്ങുകയാണ്. ഇട്ടുപ്പ് നോക്കി, ഒന്ന് രക്ഷപ്പെടുത്താമോ എന്ന് നോക്കി. കഴിഞ്ഞില്ല. ഇട്ടുപ്പ് ഉടനെ തന്നെ അവിടെയുള്ള, ഇപ്പോൾ ശാലേം പള്ളിയിലെ ഇടവക്കാരാണ് അവിടെ താമസിക്കുന്നവർ, തനിക്ക് അറിയാവുന്ന ഒരു വീട്ടിൽ ചെന്ന് ഒരു ഉന്തുവണ്ടിയും എടുത്ത് വന്നപ്പോൾ ദേഹമാസകലം പൊള്ളി കിടക്കുന്ന ഒരു ഹതഭാഗ്യനെയാണ് കണ്ടത്. ഇട്ടുപ്പ ഒന്നും ആലോചിച്ചില്ല, മനുഷ്യനെ താങ്ങിയെടുത്തു. ഇവർ ഒരുമിച്ച് കൂടി മുകളിലോട്ട് പോയി ഒരു കൊച്ചു ഷെഡ് കെട്ടി അവിടെ പാർപ്പിച്ചു. അവൻ്റെ മുറിവ് കെട്ടി പടുകുഴിയിൽ കിടന്ന അവന് അവരുടെ കൈ നീട്ടിക്കൊടുത്തു. അവൻ്റെ ബോധം തിരിച്ചു വന്നു. അവൻ പറഞ്ഞു, ഞാൻ ഹൈറേഞ്ച് മേഖലയിൽ എൻ്റെ പണിസ്ഥലത്ത് വേല ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കാളവണ്ടി പോകുന്നത് കണ്ടു. പിന്നൊന്നും എനിക്കറിയില്ല. അദ്ദേഹത്തെ ഉപദ്രവിച്ച് ഭിക്ഷ യാചിക്കുന്നതിന് വേണ്ടി ഇവിടെ എവിടെയോ കൊണ്ടിട്ടതിന് ശേഷം അതിനെ ദേഹമാസകലം പൊള്ളിച്ചിട്ടാണ് ഇവിടെ കൊണ്ടിട്ടത്. ഭിക്ഷ കഴിഞ്ഞതിന് ശേഷം ആ കശ്മലന്മാർ കൊണ്ടവിടെ ഇട്ടിരിക്കുകയാണ്.
ആ കശ്മലന്മാർ അവിടെ കൊണ്ടിട്ടിരിക്കുമ്പോൾ മരിക്കുവാൻ വിധിക്കപ്പെട്ട മനുഷ്യനാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് രാത്രികാലം നിങ്ങളുടെ ജീവിതത്തെ നിർവചിക്കപ്പെടണം, സുവിശേഷ വേലയെ നിർവചിക്കപ്പെടണം, നമ്മുടെ ഓരോരുത്തരുടെയും സമയബോധത്തെ നിർവചിക്കപ്പെടണം. ഇതാണ് നമ്മുടെ ധർമ്മഗിരി മന്ദിരത്തിൻ്റെ തുടക്കത്തിനും മന്ദിര പ്രസ്ഥാനങ്ങളുടെ തുടക്കത്തിനും ഒരു സഹായകരമായി തീർന്ന ഒരനുഭവം. അതുകൊണ്ട് മേന്മയിൽ വർദ്ധിച്ചു വരുന്ന, എണ്ണത്തിൽ വർദ്ധിച്ചു വരുന്ന, നന്മയിൽ വർദ്ധിച്ചു വരുന്ന ഒരു സമൂഹമായി വളരത്തക്ക വിധം നമ്മുടെ ജീവിതത്തെ നമ്മൾ പുനഃക്രമീകരണം ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ വെളിച്ചത്തിൽ ഇന്നത്തെ ധ്യാനത്തിന് ഞാൻ തലക്കെട്ടിട്ടിരിക്കുന്നത് ഇപ്രകാരമാണ്: അക്കൗണ്ടബിലിറ്റി ടു ദ ട്രൂത്ത്. ദൈവം തന്നിരിക്കുന്ന സത്യത്തോടുള്ള നമ്മുടെ കടപ്പാട്. ദൈവം തന്നിരിക്കുന്ന സത്യത്തോടുള്ള നമ്മുടെ കടപ്പാട്. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്നത് അരോഗദൃഢഗാത്രനായിരിക്കുന്ന, ബൗദ്ധിക ശക്തിയിൽ ഉന്നത സ്ഥായിയിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനായ ബിഷപ്പിനെ കുറിച്ചാണ്. അദ്ദേഹത്തെ പീഡകന്മാർ കൊണ്ടുപോയി എടുത്തിട്ടിടിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇഫ് ദ ഹോൾ വേൾഡ് ടേൺഡ് അഗൻസ്റ്റ് മീ ഐ വിൽ സ്റ്റാൻഡ് ഫോർ ദ ട്രൂത്ത്. ഈ ലോകം മുഴുവൻ എതിർത്ത് നിന്നാലും ഞാൻ സത്യത്തിനു വേണ്ടി നിലകൊള്ളും. അതിന് അദ്ദേഹം ഒരു കൊച്ചു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ഓൺ ദ ഇൻകാർണേഷൻ ഓഫ് ദ വേർഡ് എന്നാണ്. അതിനകത്ത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ സൃഷ്ടിപ്രപഞ്ചത്തെ മുഴുവൻ നിർമ്മിച്ചവനായ സർവശക്തനായ ദൈവം തമ്പുരാൻ കീറ്റുശീലയിൽ ഒരു വഴിയമ്പലത്തിൽ അല്ലെങ്കിൽ ഒരു പശുക്കൂട്ടിൽ ജനിക്കുന്നതിനിടയായി തീർന്നത്? മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു എന്തിനാണ് സമയത്തിനും സ്ഥലത്തിനും വിധേയനായ മനുഷ്യനായി തീർന്നത്? എങ്ങനെയാണ് സർവശക്തനായ ദൈവം തമ്പുരാൻ ഈ സൃഷ്ടിപ്രപഞ്ചത്തെ സൃഷ്ടിതാവായ ദൈവത്തോട് നിരപ്പിച്ചത്? അതിന് അദ്ദേഹം കൊടുക്കുന്ന ഉത്തരവുണ്ട്. അദ്ദേഹം പറയുന്നത്, God became man in order that man become God. ദൈവം മനുഷ്യനായത് മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുവാൻ വേണ്ടിയാണ്. അങ്ങനെങ്കിൽ നമ്മളെ എല്ലാവരെയും സർവശക്തനായ കർത്താവ് ഈ ലോകത്തിലേക്ക് അവതരിച്ച് അവൻ്റെ പുത്രനായ കർത്താവ് മൂലം പിതാവിങ്കലേക്ക് നമ്മളെ ചേർത്തിരിക്കുകയാണ്. അങ്ങനെ ചേർത്തിരിക്കുമ്പോൾ നമ്മുടെ സ്വത്വത്തെ നമുക്കിഷ്ടം പോലെ നിർവചിക്കുവാനായിട്ട് കഴിയില്ല. നമ്മുടെ സ്വത്വത്തെ നമുക്കങ്ങനെ ഇഷ്ടം പോലെ നിർവചിക്കുവാനായിട്ട് കഴിയുകയില്ല. ഇതാണ് പൗലോസ് പറയുന്നത്. ഈ ലേഖനത്തിൻ്റെ ഈ അധ്യായത്തിൻ്റെ തൊട്ടു മുമ്പിലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ കരുതിയിരുന്ന എൻ്റെ ഐഡൻറ്റിറ്റി മാർക്സ് എന്ന് പറയുന്നത് ഞാനൊരു യഹൂദനാണ്, ഞാനൊരു റോമാക്കാരനാണ് എന്നുള്ള ഐഡൻറ്റിറ്റി മാർക്സാണ്. എന്നാൽ ഞാനിന്ന് ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ എൻ്റെ ഐഡൻറ്റിറ്റിയെ ഞാനൊന്ന് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാൻ പോവുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. റിഫ്ലെക്സീവ് റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ സെൽഫ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ ഗോസ്പൽ. ഇന്ന് രാത്രികാലം നമുക്കിതിന് കഴിയണം. പൗലോസ് പറയാണ്, ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത് ഞാൻ എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, പരീശന്മാരിൽ പരീശൻ, ന്യായപ്രമാണം സംബന്ധിച്ച് വളരെ കൃത്യതയോടുകൂടെ ന്യായപ്രമാണത്തെ പരിപാലിച്ചവൻ, ക്രിസ്തു സഭയെ കൃത്യതയോടുകൂടെ നശിപ്പിച്ചവൻ, എരിവ് സംബന്ധിച്ച് ഞാൻ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു യഹൂദൻ. പക്ഷെങ്കിൽ എൻ്റെ ഐഡൻറ്റിറ്റി മാർക്കിനെ ഞാനിവിടെ കുഴിച്ചിടാൻ പോകുകയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, അവർ എനിക്ക് കൈതരുന്നു, ശാലോം പറയുന്നു, പക്ഷേ ഞങ്ങളുടെ നാഥന് അവർ വിലയിട്ടിരിക്കുന്നു.
എൻ്റെ സഹോദരനെ കൊല്ലുവാൻ വേണ്ടി റോമാ ചക്രവർത്തിയായ നീറോയോടുകൂടെ ചേർന്ന് ഗൂഢാലോചന നടത്തിയിട്ട് റോമാ നഗരം കത്തിക്കുവാൻ ഒരുങ്ങുന്നു. എൻ്റെ സഹോദരങ്ങളുടെ വിലയിട്ടിരിക്കുന്നു. സഹോദരനെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, സഹോദരനെന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരനാണ് ഇവിടെ ഇരിക്കുന്ന ക്രിസ്റ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ്റെയും ക്രിസ്റ്റിയുടെയും പിതാവ് ഒന്നാണെന്നാണ്. അങ്ങനെങ്കിൽ എൻ്റെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുന്നതാണ്, എൻ്റെ സഹോദരൻ്റെ പിതൃത്വത്തെ ചോദ്യം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, സഹോദരന് വിലയിടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ പിതൃത്വത്തെയും നമ്മുടെ സഹോദരൻ്റെ പിതൃത്വത്തെയും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഈ ഐഡൻറ്റിറ്റി മാർക്ക് വേണ്ട എന്ന് പറയുകയാണ്. ഐഡൻറ്റിറ്റി മാർക്ക് വേണ്ട എന്ന് പറയുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അമ്പെയ്യുന്ന വേടൻ ജീവൻ്റെ അവകാശവാദം ഉന്നയിക്കുന്ന ഈ സ്ഥലത്ത് എനിക്ക് അതിനോട് ചേർന്ന് ഐഡൻറ്റിറ്റി വേണ്ട എന്നുള്ള തീരുമാനമെടുക്കുകയാണ്. അമ്പെയ്ത് നിസ്സഹായതയിൽ താഴെ വീഴുന്ന പക്ഷിയെ എടുത്തിട്ട് അതിനെ കൊണ്ടുപോയി പൊരിച്ച് തിന്നാൻ പറ്റും. ഒരുപക്ഷെ ഇന്ന് അത് പൊരിച്ചു തിന്നുവാൻ ധൃതി കൂട്ടുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ബുദ്ധൻ ഓടിച്ചെന്ന്, ഋഷി ഓടിച്ചെന്നിട്ട് അതിനെ എടുത്ത് തൻ്റെ മടിയിൽ വെച്ച് താലോലിക്കുകയാണ്, മരുന്ന് പുരട്ടുകയാണ്. അന്നേരം വേട്ടക്കാരൻ പറയുന്നുണ്ട്, ഇതെൻ്റെതാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം നീ ദുഷ്ടനാണ്, ഹിംസിക്കുന്നവനല്ല ജീവൻ്റെ അവകാശമെന്ന് ബുദ്ധൻ പറയുകയാണ്. ഇതാണ് നമ്മുടെ നാട്. ഇത് തന്നെയാണ് പൗലുസും പറയുന്നത്. നിങ്ങൾ സമാധാനം പ്രസംഗിക്കുന്നുണ്ടെങ്കിലും അസമാധാനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഈ സ്വഭാവം നിർത്തണം. നിർത്തിയെങ്കിലേ മേന്മയിലും നന്മയിലും വർദ്ധിച്ചു വരുവാൻ കഴിയുകയുള്ളൂ. നമ്മളെല്ലാവരും കർണകഠോരം പ്രസംഗിക്കുന്നവരാണ്. വഴിയരികിലുള്ള വൃക്ഷം വെട്ടിയിടുമ്പോൾ, പുരോഗതി അല്ലെങ്കിൽ വികസനം എന്നതിൻ്റെ പേരിൽ വെട്ടിയിടുമ്പോൾ താഴെ വീഴുന്ന, ചാകുന്ന, ചിതറുന്ന മാംസക്കഷണങ്ങളുണ്ട്. അതെടുത്തിട്ട് അതിൻ്റെ അടുക്കൽ പോയി സെൽഫി എടുക്കുവാൻ പോകുന്ന കഠിന ഹൃദയവും നമുക്കുണ്ട്. അവിടെ നമ്മുടെ ഉള്ളിലുള്ള ക്രിസ്തു നമ്മളോട് പറയുന്നൊരു പറച്ചിലുണ്ട്, മാനുഷാത എന്ന് പറയുന്നൊരു പറച്ചിലുണ്ട്. നമ്മ സെൽഫി എടുക്കുന്നവനെ കണ്ടിട്ട് നമ്മൾ പറയും അവൻ പുരോഗമനവാദിയാണെന്ന് പറയും, അവൻ വികസനത്തിന് അനുകൂലനാണെന്ന് പറയും. പക്ഷെങ്കിൽ വഴിയരികിലൂടെ ഒരു IAS ഉദ്യോഗസ്ഥൻ പോവുകയാണ്. IAS ഉദ്യോഗസ്ഥൻ പോകുമ്പോൾ തൻ്റെ ഭാര്യയും ഒരുമിച്ച് കാറിലൂടെ ഒരു ഗ്രാമത്തിലൂടെ സഞ്ചരിച്ചു പോകുമ്പോൾ ഒരു മരച്ചില്ലയിലേതാ ഒത്തിരി കിളികൾ കൂട് വെച്ചിരിക്കുന്നു. നല്ല കുരുവിക്കൂടുകൾ, കുരുവിയാണോന്ന് എനിക്ക് കൃത്യമായിട്ട്, കൂടുകൾ, നല്ല മനോഹരമായ കൂടുകൾ. ഭാര്യയ്ക്ക് തോന്നി ഈ ഒരു കിളിക്കൂടെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന നല്ലതാണ്. അദ്ദേഹം ഉടനെ തന്നെ കാറിൻ്റെ ഗ്ലാസ് താഴോട്ട് താത്തിട്ട് അടുത്ത് നിന്ന ഒരു ഗ്രാമീണ കുട്ടിയോട് പറഞ്ഞു, എടാ നീ പോയി ഒരെണ്ണം ഒരു കിളിക്കൂടിങ് എടുത്തുകൊണ്ട് പോവാ. അവനൊക്കത്തില്ലെന്ന് പറഞ്ഞു. അവൻ തിരിച്ചു പോയി. അത് കഴിഞ്ഞപ്പോൾ അവൻ്റെ കയ്യിൽ ഒരു 10 രൂപ കൊടുത്തു. 10 രൂപ കൊടുത്തപ്പോഴവൻ തിരിഞ്ഞു നോക്കിയേയില്ല. അവൻ്റെ കയ്യിൽ 100 രൂപ എടുത്തു കൊടുത്തു. അവൻ തിരിഞ്ഞു നോക്കിയില്ല. അവൻ്റെ പോക്കറ്റിൽ വീണ്ടും, നീ ഇത്രയും തന്നിട്ട് ഇതെന്നെ എടുക്കാഞ്ഞെന്ന് ചോദിച്ച് വീണ്ടും പോക്കറ്റിൽ പണമിടാൻ കൊടുക്കുമ്പോൾ ആ കൊച്ചു പയ്യൻ വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ തരത്തില്ല, എനിക്ക് എത്ര പൈസ തന്നാലും തരത്തില്ല. കാരണം അതിൻ്റെ അമ്മ അവിടെ ഇരുന്ന് കരയും. അതിൻ്റെ അമ്മ അവിടെ ഇരുന്ന് കരയും. അവനെ നമ്മൾ അവികസിതനെന്നും അപരിഷ്കൃതനെന്നും പറയും.
ഇവിടെ ആരാണ് പരിഷ്കാരി? അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നിർബന്ധത്താൽ വിശുദ്ധനായ പൗലോസ് ഓർമ്മപ്പെടുത്തുകയാണ്, എനിക്ക് റോമാ പൗരത്വവും വേണ്ട, എനിക്ക് യഹൂദൻ്റെ പൗരത്വവും വേണ്ട, എനിക്ക് ക്രിസ്തുവേശുവിനുള്ള ബന്ധനം മതി എന്ന് പറയുകയാണ്. ഇന്ന് രാത്രികാലം ഈ ക്രിസ്തുവേശുവിനുള്ള ബന്ധനം എനിക്ക് മതിയെന്ന് പറയുവാനും കർത്താവിൻ്റെ സൃഷ്ടിപ്രപഞ്ചത്തെ കാത്തു സംരക്ഷിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും നമുക്ക് ലഭിച്ചിരിക്കുന്ന നിയോഗ ശുശ്രൂഷയ്ക്കനുസരിച്ച് നമ്മുടെ ഐഡൻറ്റിറ്റിയെ ഒന്ന് പുനഃക്രമീകരിക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ ക്രമീകരിക്കുവാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ധന്യതയുള്ളത്. ഞാൻ 1994 മാർത്തോമ വൈദിക സെമിനാരിയിൽ എൻ്റെ കുഗ്രാമമായ സീതത്തോട്ടിൽ നിന്ന് കൊച്ചുകോയിക്കൽ ട്രിനിറ്റി പള്ളിയിൽ നിന്ന് മാർത്തോമ വൈദിക സെമിനാരിയിൽ കയറുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നു, മന്ദിരങ്ങളുടെ ഒരു സ്റ്റാൾ എത്തുകൊണ്ട് ആ ഭാഗത്തുണ്ട്. ആദ്യത്തെ ദിവസം ഞാൻ അവിടെയാണ് ഇരുന്നത്. രണ്ടാമത്തെ ദിവസം മന്ദിരങ്ങളുടെ വേറൊരു സ്റ്റാൾ എത്തേണ്ട കോഴഞ്ചേരി ഭാഗത്തു നിന്ന് വരുന്ന ആ ഭാഗത്തുണ്ട്. വന്നപ്പോൾ എനിക്ക് നല്ലതുപോലെ അറിയാവുന്ന ഒരാൾ ഒരു കിഴി പണം എൻ്റെ കയ്യിൽ കൊണ്ടെത്തന്നു. എന്നിട്ട് പറഞ്ഞു, മോനെ, ഇത് മന്ദിരത്തിനുള്ളതാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്തൊന്ന് നോക്കി, എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. കാരണം രാവിലെ മുതൽ രാത്രി വരെ ചാക്ക് കച്ചവടം നടത്തി കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരു കൊച്ചു കുടിലിൽ താമസിക്കുന്ന മലങ്കര മാർത്തോമ സുറിയാനി ക്രിസ്ത്യാനിയാണ്. ഞാനതൊന്ന് അഴിച്ചെണ്ണി നോക്കിയപ്പോൾ അതിനകത്ത് കണ്ടു 437 രൂപ. 437 രൂപ. തനിക്ക് ലഭിക്കുന്ന ഒരു നാണയത്തിൻ്റെ ദശാംശം വേർതിരിച്ച് കർത്താവിൻ്റെ കരുണയുടെ വേലയ്ക്കു വേണ്ടി കൊടുക്കുമ്പോൾ സ്നേഹത്തിൻ്റെ ആയുസ് ദീർഘമാകുന്നു എന്നുള്ള അടിസ്ഥാനപരമായ പരിജ്ഞാനമാണ് ആ മനുഷ്യനുള്ളത്. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത്, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരുന്നു, ഞാൻ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനമനുസരിച്ച് ജീവിപ്പാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഇതിന് താഴോട്ട് വായിക്കും പറയുന്നുണ്ട്. ഞാൻ പരിജ്ഞാനം തന്നെ, എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, സമയപരിമിതി ഉണ്ടല്ലോ. നമുക്ക് ദശാംശം കൊടുക്കുവാൻ തന്നെ പ്രയാസമാണ്. കാരണം നമുക്ക് സമയമില്ല. നമുക്ക് പണമുണ്ട്, പക്ഷെങ്കിൽ നമുക്ക് മനസ്സില്ല. നമുക്ക് ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളുണ്ട്, സുവിശേഷ വേലയ്ക്ക് പോകുവാൻ തയ്യാറല്ല. കാരണം അത് നല്ല വേലയല്ല. ഇന്ന് കർത്താവിന് വേണ്ടി ആര് സുവിശേഷ വേലയ്ക്ക് പോകും? ആർ നമുക്ക് വേണ്ടി പോകും എന്നൊരു ശബ്ദം ചോദിച്ചാൽ ഈ പന്തലിൽ നിന്ന് അനേകം പേർ പോയിട്ടുണ്ട്. അതിൻ്റെ തെളിവാണ് ഇവിടെ ഇരിക്കുന്ന സുവിശേഷ വേലക്കാരായ ഞങ്ങളെല്ലാവരും തന്നെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെ ഇടവക വികാരിയും എനിക്ക് ഏറ്റവും എൻ്റെ ഉള്ളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന തോമസ് തിരുമേനി പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ജീവിതത്തിൻ്റെ ദശാംശം കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ കഴിയണം. അഭിവന്യ മെത്രാപ്പോലിത്ത തിരുമേനി ആദ്യത്തെ പ്രസംഗത്തിനകത്ത് സൂചിപ്പിച്ചു, ജീവിത നിയോഗത്തിനകത്ത് ക്രിസ്തുവിൻ്റെ നിയോഗങ്ങളെ തിരിച്ചറിയണം എന്ന് പറഞ്ഞാൽ, ഒരു വിവാഹിതയായി അല്ല വിവാഹിതനായി അമ്മയും അപ്പനും ആണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം മുതൽ ഒരു അപ്പനെന്നും അമ്മയെന്നുമുള്ള ഐഡൻറ്റിറ്റി, സ്വത്വരൂപീകരണം ഉണ്ടാകണം. ഇത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കളക്ട്രേറ്റിൽ ഒരു ജോലിക്കാരനായിട്ടൊരു ജോലി കിട്ടുമ്പോൾ നമ്മൾ ഓർക്കണം, എനിക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്വത്വനിർമ്മിതി, എൻ്റെ ഐഡൻറ്റിറ്റി നിർമ്മിതി ക്രിസ്തുവേശുവിലുള്ള പരിജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ അനേകം ആവശ്യവുമായി വരുന്ന ഒരാളെ കരുതുവാനുള്ള ക്രിസ്തു സ്നേഹത്തിൻ്റെ എക്സ്റ്റൻഷനായിട്ട് കാണണം. ഞാൻ മുമ്പോട്ട് പോകട്ടെ. ഇവിടെ ഇതിന് അദ്ദേഹത്തിന് സാധിച്ചതിന് കാരണം, പൗലോസിന് സാധിച്ചതിന് കാരണം
പൗലുസിനെ സ്വാധീനിക്കുന്നത് ക്രിസ്തുവിൻ്റെ ആഴമേറിയ അനുഭവമാണ്. നമ്മളും ജീവിതത്തിൻ്റെ പല യാത്രകളിൽ സഞ്ചരിക്കുന്നവരാണ്. നമ്മുടെ സഞ്ചാരപഥങ്ങളിൽ നമ്മളെ ആരാണ് നയിക്കുന്നത്? സഞ്ചാരപഥങ്ങളിൽ നമ്മെ ആരാണ് നയിക്കുന്നത്? സൂര്യ കൃഷ്ണമൂർത്തി ക്ഷേത്രകലകളെക്കുറിച്ച് പഠിക്കുവാനായി സ്കോളർഷിപ്പൊക്കെ കിട്ടി ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും വന്നു. അവസാനം അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അവിടെയും വന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിന് തൊട്ടടുക്കലുള്ള ഒരു ഹോട്ടലിൽ മുറിയെടുത്തു. രാത്രി സമയം, രാത്രി ഇച്ചിരി വൈകിട്ടും ക്ഷേത്രത്തിൽ നല്ല പാട്ട് കേൾക്കുന്നു. അദ്ദേഹം ഇറങ്ങിപ്പോയി. ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പാട്ടുകാർ തിമിർത്തു പാടുന്നുണ്ട്. പക്ഷെങ്കിൽ 4, 3, 7 പേരെ അവിടെ ഇരിപ്പുള്ളൂ. അദ്ദേഹം പോയി കിടന്നുറങ്ങി. രണ്ടാമത്തെ ദിവസം വീണ്ടും ചെന്നപ്പോൾ അവിടെ കഥകളി ആടുകയാണ്. കഥകളി ആടുന്ന ആൾ ചമയം വെച്ച് തിമിർത്താടുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളവരെല്ലാം ഇറങ്ങിപ്പോയി. അവസാനം അവിടെ ആരുമില്ല. എന്നിട്ടും ഈ കഥകളി തുടരുകയാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്ത ദിവസം ഇദ്ദേഹം ഈ കഥകളി നടത്തി അവരോട് ചോദിച്ചു, ആളുകളില്ലാഞ്ഞിട്ട് എന്തിനാണ് നിങ്ങളിങ്ങനെ കഥകളിയിൽ തിമിർത്താടിയത്? അന്നേരം അവർ പറഞ്ഞു, ഈ ആടിയ ആൾ പറഞ്ഞു, ഞങ്ങൾ ആളെ കാണിക്കാനല്ല ആടിയത്. ഞങ്ങൾ കഥകളി കളിക്കുവാൻ വേണ്ടി ആ സ്റ്റേജിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ഒരു നിലവിളക്ക് കത്തിച്ചു വെക്കും. നിലവിളക്ക് കത്തിച്ചു വെക്കുമ്പോൾ ഈ കഥകളി ആടുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ജൈവപ്രേരണയായിട്ട് സ്വാധീനിക്കുന്ന, ഞങ്ങളുടെ ജീവനെ സ്വാധീനിക്കുന്ന ഒരു ശക്തി ഈശ്വരൻ്റെ ശക്തിയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്, ദൈവത്തിൻ്റെ ശക്തിയാണെന്ന് തിരിച്ചറിയുകയാണ്. ആ തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ഈശ്വരന് വേണ്ടി തിമിർത്താടുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, റോമിലെ കാരാഗ്രഹത്തിൽ കിടന്നും ഈ പൗലുസ് കർത്താവിന് വേണ്ടി തിമിർത്താടുകയാണ്. ഈ 129ാമത്തെ മാരാമൺ കൺവെൻഷനിൽ നമ്മൾ ഇരിക്കുമ്പോൾ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇനി നമുക്ക് വേണ്ടി തിമിർത്താടുവാനായിട്ടല്ല, ഇനി നമുക്ക് ലൈക്സ് എത്ര കിട്ടും എന്നറിയുന്നതിന് വേണ്ടിയല്ല, ഇനി നമുക്കെത്ര ഹിറ്റ് കിട്ടും അറിയുന്നതിന് വേണ്ടിയല്ല, മറിച്ച് നമുക്ക് വേണ്ടി പ്രാണൻ വെടിഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി തിമിർത്താടുവാനും പാടുവാനും കൈനീട്ടിക്കൊടുക്കുവാനും പടുകുഴിയിലിറങ്ങുവാനും എല്ലാവരെയും ചേർത്ത് നിർത്തുവാനും നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് സചേതനാചേതനാമീ പ്രപഞ്ചം സർവം വിളക്കും കെടാവിളക്കേ സമസ്ത ഭവ്യങ്ങളും ഉള്ളിലാഴ്ത്തും സ്നേഹപ്പരപ്പിൻ കടലേ തൊഴുന്നേൻ. അതാണ് കവി അങ്ങനെ പാടുന്നത്. സചേതനാചേതനാമീ പ്രപഞ്ചം സർവം വിളക്കും കിടാവിളക്കേ സമസ്ത ഭവ്യങ്ങളും ഉള്ളിലാഴ്ത്തും സ്നേഹപ്പരപ്പിൻ കടലേ തൊഴുന്നേൻ. പൗലുസ് തൻ്റെ ജീവിതത്തെ പുനർനിർവചിച്ചതിൻ്റെ വഴികളെക്കുറിച്ചാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. 13ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ജലാലുദ്ദീൻ മുഹമ്മദ് റൂമി പറയുന്നത്, ഡോണ്ട് യു നോ ഇറ്റ് ഈസ് യുവർ ലൈറ്റ് ദാറ്റ് ലൈറ്റ് ദ വേൾഡ്. നിങ്ങൾ അറിയുന്നില്ലയോ, നിങ്ങളുടെ ഉള്ളിലെ പ്രകാശമാണ് ഈ ലോകത്തെ പ്രകാശിപ്പിക്കുന്നത്. ഇത് തന്നെയാണ് 4ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധനായ അഗസ്തിനോസ് പറയുന്നത്. എന്താ പറയുന്നത് അറിയാമോ? ദ ബ്യൂട്ടി ഓഫ് ലവ് ഈസ് ദ മിറർ ഓഫ് യുവർ ലൈഫ്. ഇത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്, ലെറ്റ് ദ ബ്യൂട്ടി ഓഫ് വാട്ട് യു ലവ് ബി വാട്ട് യു ഡു. നിങ്ങൾ സ്നേഹിക്കുന്നത് പ്രവർത്തിക്കുവാൻ അനുവദിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അങ്ങനെങ്കിൽ നമ്മുടെ ജീവിതത്തെ എങ്ങനെ നിർവചിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പൗലുസ് അങ്ങനെ ജീവിതത്തെ നിർണ്ണയിക്കുകയാണ്.
രണ്ടാമത് പൗലോസ് ഇവിടെ ചരിത്രത്തെ, സമയത്തെ, കാലത്തെ നിർവചിക്കുകയാണ് ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ. പൗലോസ് അവിടെ ചെന്നപ്പം മനസ്സിലായി ഇതൊരു കെട്ടകാലമാണെന്ന് മനസ്സിലായി. നമുക്കറിയാം, കാലത്തെ, സമയത്തെ നമുക്ക് ലീനിയറായിട്ട് കാണാം. ലീനിയർ എന്ന് പറഞ്ഞാൽ ഒരു രേഖീയമായിട്ട് നമുക്ക് കാണാം. മിനിറ്റിന് ശേഷം മിനിറ്റ്, മണിക്കൂറുകൾക്ക് ശേഷം മണിക്കൂർ, ദിവസങ്ങൾക്ക് ശേഷം ദിവസം, മാസങ്ങൾക്ക് ശേഷം മാസം, വർഷങ്ങൾക്ക് ശേഷം വർഷം, യുഗങ്ങൾക്ക് ശേഷം യുഗം എന്നിങ്ങനെ ലീനിയറായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന് നമ്മൾ പറയും ക്രൊണോളജിക്കലി കാണുക എന്ന് പറയും. എന്നാൽ പൗലോസ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് ചരിത്രത്തെ ദൈവത്തോടുള്ള ബന്ധത്തിൽ കാണണം, സമയത്തെ ദൈവത്തോടുള്ള ബന്ധത്തിൽ കാണണം. അതിന് നമ്മൾ പറയും സാക്രമെൻ്റൽ ലൈഫ് എന്ന് പറയും. സാക്രമെൻ്റൽ ലൈഫ് എന്ന് പറയും. അതായത് ഞാനിപ്പോൾ കിടക്കുന്നത് റോമിലെ കാരാഗൃഹത്തിലാണ്. പക്ഷേ എനിക്ക് ദൈവം തമ്പുരാൻ ഈ റോമിലെ കാരാഗൃഹത്തിൽ നൽകിയിരിക്കുന്ന നിയോഗത്തിനകത്തും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്നിലൂടെ സാധ്യമാക്കി തീരണം. അങ്ങനെങ്കിൽ ഞാൻ സമയത്തെ പുനർനിർവചിച്ചെങ്കിലേ എനിക്ക് മതിയാകുകയുള്ളൂ. സമയത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ എനിക്ക് പുനർനിർവചിച്ചെങ്കിലേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് ക്രൊണോളജിക്കലി അല്ല ഞാനിതിനെ കാണുന്നത് എന്ന് പൗലോസ് പറയുകയാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ് പൗലോസ് ചരിത്രത്തെ മൂന്നായി കാണുകയാണ്. ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ഞാൻ ലാക്കിലേക്ക് ഓടുകയാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോഴറിയാം, പൗലോസ് ഭാവികാലത്തെയും ഭൂതകാലത്തെയും വർത്തമാനകാലത്തെ ദൈവവിളിയുമായിട്ട് ക്ലബ് ചെയ്യുകയാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇന്നലകളിലെ ചരിത്രത്തെ ഓർത്ത് വിസ്മൃതിയിലായി ജീവിപ്പാൻ വേണ്ടിയല്ല, നാളെ സ്വർഗരാജ്യം ലഭിക്കുമെന്നും കണ്ട് അതിൻ്റെ വലിയ വ്യാമോഹത്തിലിരിക്കുവാനുമായിട്ടല്ല, വർത്തമാന കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി എരിഞ്ഞ് ശോഭിപ്പാനായിട്ടുള്ളവരാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പൗലോസ് അതുകൊണ്ട് എന്താ ചെയ്യുന്നതെന്നറിയാമോ? പൗലോസ് അതുകൊണ്ട് ഈ സമയത്തെ അദ്ദേഹം ഒന്ന് കാണാൻ ശ്രമിക്കുകയാണ്. തോമസ് ഓഡൻ എന്ന് പറയുന്ന ഒരു നല്ല ഒരു എഴുത്തുകാരനും ചിന്തകനുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് സ്ട്രക്ചർ ഓഫ് അവയർനെസ് എന്ന് പറയും, അവബോധത്തിൻ്റെ ഘടന എന്ന് പറയും. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ആധുനിക മനുഷ്യൻ നേരിടുന്ന 3 പ്രധാനപ്പെട്ട വൈഷമ്യങ്ങൾ. ഒന്ന് ഗിൽറ്റ് അഥവാ കുറ്റബോധം. കുറ്റബോധം എപ്പോഴും ഉണ്ടാകുന്നത് ഇന്നലകളെക്കുറിച്ച് നോക്കുമ്പോഴാണ്, പാസ്റ്റിനെ കുറിച്ച് നോക്കുമ്പോഴാണ്. 2 ആങ്സൈറ്റി. ആങ്സൈറ്റി എന്ന് പറയുന്നത് ഒരു വ്യാകുലത ഉണ്ടാകുന്നത് വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും ചെയ്യുവാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആകുലത ഉണ്ടാകും. മൂന്നാമത്തതെന്ന് പറയുന്നത് മുൻപോട്ട് നോക്കുമ്പോൾ എല്ലാം ഇരുളടഞ്ഞു കിടക്കുകയാണ്, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കുണ്ടാകാവുന്ന ഒന്നാണ് ബോർഡം അഥവാ ഒരു വിരസതയുടെ അനുഭവം. 3 അനുഭവങ്ങളാണ്. ഒന്ന്, ഒരു കുറ്റബോധമുണ്ടാകാം, ഒരു ആകുലത ഉണ്ടാകാം, ഒരു നിസ്സംഗത ഉണ്ടാകാം. പൗലോസ് ഇന്നലകളെയും ഇന്നിനെയും നാളെയെയും നിർവചിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. വർത്തമാനകാലം എങ്ങനെയാണ് നിർവചിക്കുന്നത് എന്നുള്ളതിൻ്റെ വെളിച്ചത്തിലാണ്. ഇന്നലെ, ഇന്ന്, നാളെ എന്നുള്ളത് 3 കാലങ്ങൾ, അത് യാഥാർത്ഥ്യമാണ്. എങ്കിലും പൗലോസിനെ സംബന്ധിച്ചിടത്തോളം വർത്തമാനകാലമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. കാലമെന്നത് കത്തി നിൽക്കുന്ന
വർത്തമാനകാലമായ കാലത്തിൻ്റെ ജീവിതമാണ്. സാധാരണ മനുഷ്യർ നമ്മൾ പറയും, വൃദ്ധന്മാർ ഇന്നലകളിൽ ജീവിക്കും, യുവജനങ്ങൾ നാളുകളിൽ ജീവിക്കും. ഇന്ന് ജീവിക്കാൻ ആരുമില്ല. എന്നാൽ ക്രിസ്തു പറയുന്നത് ഇന്നലെയും ഇന്നും എന്നും എന്നേക്കും ഞാൻ അനന്യൻ തന്നെയാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് പറയുമ്പോൾ സമയക്രമത്തെ അദ്ദേഹം പുനർനിർവചിക്കുകയാണ്, ചരിത്രത്തെയും അദ്ദേഹം പുനർനിർവചിക്കുകയാണ്. ഞാൻ രണ്ടും കൂടെ ചേർത്ത് പറയാം. സമയക്രമത്തെ അദ്ദേഹം പുനർനിർവചിക്കുന്നത് രണ്ട് ചരിത്ര സംഭവങ്ങളോട് ചേർന്നാണ്. ഒന്ന്, അദ്ദേഹം റോമിലെ ജയിലിലേക്ക് കൊണ്ടുപോയപ്പോൾ അദ്ദേഹം കണ്ടു 2 ക്ഷേത്രങ്ങളിരിക്കുന്നത് കണ്ടു. ഒന്ന് അരാപാസിസും മറ്റൊന്ന് ടെംപ്ലാപാസിസും. അരാപ്ലാസിസ് എന്ന് പറഞ്ഞാൽ, പ്ലാസിസ് എന്ന് പറഞ്ഞാൽ പീസ് എന്നാണ്. പാക്സ് എന്ന റോമൻ നാമമാണ്. പാക്സ് എന്ന് പറഞ്ഞാൽ സമാധാനം എന്നാണ്. അരാപ്ലാസിസ് എന്ന് പറഞ്ഞാൽ ഓൾട്ടർ ഓഫ് പീസ് എന്നാണ്. സമാധാനത്തിൻ്റെ അൾത്താര എന്ന് പറയുന്ന ഒരു വലിയ മ്യൂസിയം റോമിൽ കെട്ടിപ്പൊക്കി വെച്ചിട്ടുണ്ട്. അദ്ദേഹം അതിൻ്റെ ചരിത്രമൊന്ന് അന്വേഷിച്ച് നോക്കിയപ്പോൾ BC 14-ാം നൂറ്റാണ്ടിൽ ഓഗസ്റ്റസ് സീസർ മെഡിറ്ററേനിയനുള്ള ആളുകളെ കൊന്നൊടുക്കി. അവരുടെ വീടുകളിൽ നിന്ന് കരച്ചിലും രോദനവും ഉയർന്നിട്ടും മാനുഷാദ എന്നുള്ള വിളികൾ കേട്ടിട്ടും ഒരു കശ്മലനെ പോലെ അവിടെ നിന്ന് പിടിച്ചു പറിച്ചു കൊണ്ടുവന്ന, സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടുവന്ന, പണം ഉപയോഗിച്ച് ഒരു അൾത്താര നിർമ്മിച്ചിരിക്കുകയാണ്. ഓൾട്ടർ ഓഫ് പീസ്. ഇത് കണ്ട വെളിച്ചത്തിൽ പൗലുസ് രോഷാകുലനായിട്ട് പൗലുസ് പറയുകയാണ്, എനിക്ക് റോമാ പൗരത്വവും വേണ്ട. അതിന് മുമ്പ് പറഞ്ഞു, എനിക്ക് യഹൂദൻ എന്നുള്ള പദവി എനിക്കിനിയും വേണ്ട, എനിക്കിപ്പോൾ ഇനി റോമാ പൗരൻ എന്നുള്ള പൗരത്വം എനിക്ക് വേണ്ട. ഇനി 2, അദ്ദേഹം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അനേകരെ നിഗ്രഹിച്ച്, അനേകരുടെ ധനം കവർന്ന്, അനേകരെ അടിമകളാക്കി കൊണ്ടുവന്ന് ഈ നഗരം മുഴുവൻ പണിതിരിക്കുന്നു. മോണിമെൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. ഈ മോണിമെൻ്റ് ഉണ്ടാക്കുന്ന ഒരു പീഡന രാഷ്ട്രത്തിന്, ആ രാഷ്ട്രത്തിൻ്റെ ആളായി എനിക്കിരിക്കാൻ താല്പര്യമില്ല എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. അധാർമിക വ്യവസ്ഥിതികൾ എനിക്ക് അംഗീകരിക്കുവാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അധാർമിക വ്യവസ്ഥിതികളുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരു ചരിത്ര നിർമ്മിതി ഉണ്ടാക്കുവാൻ എനിക്കിഷ്ടമില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് ഈ സ്മാരകം കാണുന്നവർ വിചാരിക്കും സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവാണെന്ന് വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. അനേകരുടെ കരച്ചിലിൻ്റെയും അനേകരുടെ വേദനയുടെയും സ്മാരകമാണ്. അതാരും കാണുന്നില്ല. അതുകൊണ്ട് ഈ വിസ്മരിക്കപ്പെട്ടതിനെ എനിക്കൊന്ന് പുനരാഖ്യാനം ചെയ്യപ്പെടണം. പ്രിയപ്പെട്ടവരെ, രണ്ടാമത് പൗലുസ് പറയാൻ ശ്രമിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ടെംപ്ലാപ്ലാറ്റ്സി എന്ന് പറഞ്ഞാൽ ടെമ്പിൾ എന്നാണ്, ക്ഷേത്രമെന്നാണ്. പ്ലാസി എന്ന് പറഞ്ഞാൽ പീസ് എന്നാണ്. അങ്ങനെ ഞങ്ങൾ ടെമ്പിൾ ഓഫ് പീസ്. വേറൊരു സ്മാരകമുണ്ട്, ടെംപ്ലാപ്ലാറ്റ്സി, ടെമ്പിൾ ഓഫ് പീസ്, സമാധാനത്തിൻ്റെ ക്ഷേത്രം. സമാധാനത്തിൻ്റെ ക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാമല്ലോ. യെരുശലേം ദേവാലയം നെബുക്കദ്നേസർ രാജാവിൻ്റെ കാലത്ത് നശിപ്പിക്കപ്പെട്ടതിന് ശേഷം നമുക്കറിയാം, എംപറർ സൈറസിൻ്റെ കാലഘട്ടത്തിൽ അത് പുനർനിർമ്മിച്ചു. AD 69, 70, 71 കാലഘട്ടത്തിൽ അത് ഉന്മൂലനം ചെയ്തു. ഈ റോമാക്കാർ യഹൂദയിലും യെരുശലേമിലും അതിക്രമം കാണിച്ച് അവിടെയുള്ളവരുടെ ധനം ലൂട്ട് ചെയ്തുകൊണ്ടുവന്ന്, മോഷ്ടിച്ചു കൊണ്ടുവന്ന് പണി കഴിപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് സമാധാനത്തിൻ്റെ ദേവത അധിവസിക്കുന്ന ക്ഷേത്രമെന്ന് പറയുന്നത്. അതുകൊണ്ട് പൗലുസ് പറയാണ്, എനിക്ക് ഈ ചരിത്രത്തെ അംഗീകരിക്കാനായിട്ട് പറ്റില്ല. എനിക്ക് ഈ രാഷ്ട്രത്തിൻ്റെ ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ചല്ലാതെ പ്രവർത്തിക്കുന്ന ഈ ചരിത്രബോധത്തെയും സമയബോധത്തെയും എനിക്ക് അംഗീകരിക്കുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞിട്ടാണ് പൗലുസ് പറയുന്നത്. അതുകൊണ്ട്
എനിക്കൊരു കുറ്റബോധമുണ്ടാകാതിരിക്കാൻ ഞാനിത് എതിർക്കുന്നു എന്ന് പൗലോസ് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ ഈ പൗരത്വം വിലമതിക്കുന്നില്ല. എന്നിട്ട് പൗലോസ് പറയാണ്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് ഞങ്ങൾ കാത്തിരിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വരും എന്ന് കാത്തിരിക്കുന്നു. പൗലോസ് ഇതൊക്കെ കാണുമ്പോൾ പൗലോസ് നോക്കുന്നത് ക്രിസ്തുവിങ്കലേക്കാണ്. അതുകൊണ്ട് പൗലോസ് നോക്കുന്ന കാഴ്ച ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ലോകം കാണുന്നത് പോലെ ലോകത്തിൻ്റെ കണ്ണിലൂടെയല്ല നോക്കുന്നത്, മറിച്ച് ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെയാണ് നോക്കുന്നത്. ക്രിസ്തുവിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ നമുക്കൊരു വലിയ ശബ്ദം നമ്മുടെ ചെവിയിൽ ഒന്ന് ആഞ്ഞടിക്കും. അതെന്താണെന്നറിയാമോ? നിലവിളി ഞാൻ കേൾക്കുന്നേ ക്രൂശിൽ അലറും നദിലൻ രക്ഷകൻ താൻ, മുറവിളിയും കേൾക്കുന്നേനാവിടെ സകലവും നിവർത്തിച്ചതിലെനിക്കായി, ബലിയാൽ മോചനമേനിക്കരുളി ബലയാറിൻ തല ചതച്ചവിടെ, ബലവാനെ ജയിച്ചവൻ കയ്യാൽ വിലങ്ങായി അവരെ വിടുവിച്ചു, വലുതായൊരു ജയം നേടിയ പിൻ വരുന്നിതാ ഞാൻ യേശുവേ നിന്നരികിൽ, കുരിശതിൽ നിന്നെ ഞാൻ കാണുന്നു, ചൊരിയുന്നേൻ ബാഷ്പം നിൻ പാതേ, പറവാനരുതനിക്കുടയോനേ, പാരിടമിഥിലി വിധമാരും പാപിയെ സ്നേഹിച്ചില്ലല്ലോ, മരണത്തോളം നീ എന്നെ സ്നേഹിച്ചൻ റിപുകളയോടുകി, ശരണമെനിക്കായി നീ നേടി. പൗലുസിനെ റോമിലെ കാരാഗൃഹത്തിൽ കിടന്നിട്ട് പൗലുസിൻ്റെ സ്വത്വവും തൻ്റെ ബുദ്ധമണ്ഡലവും തൻ്റെ ഹൃദയമണ്ഡലവും തൻ്റെ ശരീരമണ്ഡലവും ഒരുപോലെ സ്വാധീനിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പൗലുസ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒന്ന് താൻ ആരാണെന്ന് നിർവചിക്കുന്നത്, ചരിത്രം എന്താണ് എന്ന് നിർവചിക്കുന്നത്. അതുകൊണ്ട് പൗലുസ് റോമിലെ ചരിത്രം എന്താണെന്ന് നിർവചിക്കുന്നത്, സമയം എന്താണെന്ന് നിർവചിക്കുന്നത്. അതിൻ്റെ വെളിച്ചത്തിൽ പൗലുസ് വലിയ സ്റ്റേറ്റ്മെൻറ്റ്സ് നടത്തുകയാണ്. പൗലുസ് പറയുകയാണ്, ഞാനൊരു വിചാരണ തടവുകാരനായി അന്യായമായി എന്നെ ഈ സ്ഥലത്താക്കിയിരിക്കുകയാണ്. എനിക്ക് നാളെ ഒരു പക്ഷേ ഫൈനിട്ടെന്നെ വിട്ടേക്കാം, അല്ലെ അടുത്ത ദിവസം എനിക്ക് ഒരു കോൽ കൊണ്ടുള്ള അടിച്ചെന്നെ വിട്ടേക്കാം, അല്ലെ കോൽ കൊണ്ടുള്ള അടിയും ഫൈനും കൂടെ ചേർത്തെന്നെ വിട്ടേക്കാം, ഒന്നുമല്ലെങ്കിൽ എനിക്ക് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് തന്നേക്കാം. പൗലുസ് അവിടെ ഉറയ്ക്കുന്നു, എനിക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഞാൻ ധൂപം കാട്ടാത്തത് കൊണ്ടാണ്, എംപററിൻ്റെ അതായത് രാജാവിൻ്റെ ഈ ടെമ്പിളിൽ പോയി ധൂപം കാട്ടാത്തത് കൊണ്ട് എനിക്ക് കിട്ടുന്നത് വധശിക്ഷയായിരിക്കും. അതുകൊണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ പൗലുസ് പറയാണ്, എനിക്ക് യാതൊരു ഭയവുമില്ല, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. എനിക്ക് യാതൊരു ഭയവുമില്ല, എനിക്ക് ക്രിസ്തുവേശുവിലുള്ള ഭാവമാണുള്ളത്. അതുകൊണ്ട് നിങ്ങളിലും ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ ഉണ്ടാകണം. അതുകൊണ്ട് പൗലുസ് പറയുകയാണ്,
ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ പരമവിളിയുടെ വിരുദ്ധനായി ഞാൻ ലാക്കിലേക്ക് ഓടുകയാണ്. അതുകൊണ്ട് പൗലുസ് പറയുകയാണ്, ഇതെല്ലാം ഫിലിപ്പിയ ലേഖനത്തിലെ വാക്യങ്ങളാണ്. അതുകൊണ്ട് പൗലുസ് അവസാനം പറയുകയാണ്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായിട്ട് തീർത്തു തരും. അതുകൊണ്ട് ബി അക്കൗണ്ടബിൾ ടു ദ ട്രൂത്ത് ദാറ്റ് ഗോഡ് ഗേവ് ടു അസ്. ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന സത്യത്തോട് ഉള്ള കടപ്പാടിൽ ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ചില ഗിൽറ്റ് വന്നേക്കാം. അദ്ദേഹത്തിന് ഗിൽറ്റ്, താനൊരു റോമാ പൗരനും ഒപ്പം തന്നെ ഈ യഹൂദനുമായി എന്നുള്ളതിനെക്കുറിച്ചൊരു ഗിൽറ്റ് ഉണ്ടായതുപോലെ നമുക്കൊരുപക്ഷെ സഹോദരനോടുള്ള ബന്ധത്തിൽ, സഹോദരിയോടുള്ള ബന്ധത്തിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ, വ്യക്തിഗതമായി നമ്മൾ ചെയ്ത ചില പാപങ്ങളുടെ ബന്ധത്തിൽ നമുക്ക് ചില കുറ്റബോധങ്ങളുണ്ടായിരിക്കാം. പക്ഷേ അവൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി എന്ത് ചെയ്യും? ശുദ്ധീകരിക്കും. യോഹന്നാൻ്റെ ലേഖനത്തിൽ അതാണ് പറയുന്നത്. നിങ്ങളുടെ പാപങ്ങൾ രക്താംബരം പോലെ കടുഞ്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ നിങ്ങളെ സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ഗിൽറ്റിൻ്റെ അല്ലെങ്കിൽ കുറ്റബോധത്തിന് വെളിച്ചത്തിൽ പോകേണ്ട ആവശ്യമില്ല. ആങ്സൈറ്റിയുടെ വെളിച്ചത്തിൽ പോകയില്ല. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുക. നാളെ എന്ത് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും, ഞാൻ ആഗ്രഹിച്ചിട്ടും ഈ വർത്തമാന കാലഘട്ടത്തിലെ സാഹചര്യങ്ങൾ എനിക്ക് അതിന് അനുകൂലമാകുന്നില്ലല്ലോ എന്നോർത്ത്, ഞാൻ ചെയ്യാൻ കഴിയാത്തതിനെ ഓർത്ത് വിലപിച്ച് ഒരല്പം വിരസതയോടുകൂടെ ഇരിക്കുകയാണെങ്കിൽ കർത്താവ് പറയുന്നു, ഈ ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് ഞാനാണ്. ഈ ചരിത്രത്തെ നിയന്ത്രിക്കുന്നത് ഞാനാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ഈ തീ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുക. മാർത്തോമ സഭയ്ക്ക് നമുക്കറിയാമല്ലോ, അനുഗ്രഹീതമായ സുവിശേഷത്തിൻ്റെ തീ ലഭിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഈ വർത്തമാന കാലഘട്ടത്തിൽ ഇന്നലെ ദൈവം നമ്പുരാൻ പ്രവർത്തിച്ചതിൻ്റെ വെളിച്ചത്തിലും നാളെ കർത്താവുമായുള്ള മഹത്വത്തിൻ്റെ പ്രത്യക്ഷതയുടെ വെളിച്ചത്തിലും വർത്തമാന കാലഘട്ടത്തിൽ കർത്താവിനോടുകൂടെ ചേർന്ന് ജീവിക്കാം. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ തലവനായിരുന്ന പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ടേബിളിൻ്റെ പുറത്ത് എപ്പോഴും എഴുതി വെച്ചിരുന്ന ഒരു 4 വരികളുണ്ട്. അതോടെ പറഞ്ഞ് നിർത്താം. അതെന്താണെന്നറിയാമോ? ദിസ് ലൈഫ് ഈസ് എ ചാൻസ്. യു എയിം അറ്റ് ദ ഹയസ്റ്റ്, സീക്ക് ഫോർ ദ ഹയസ്റ്റ്, ആൻഡ് ദെൻ യു ഷാൽ റീച്ച് ദ ഹയസ്റ്റ്. ഈ ജീവിതം ഒരു അവസരമാണ്. ഉന്നതമായതിനെ കാംക്ഷിക്കുക, ഉന്നതമായതിനു വേണ്ടി പ്രവർത്തിക്കുക, എങ്കിൽ ഉന്നതമായത് ലഭിക്കും. ഇന്ന് രാത്രികാലം ദൈവം തമ്പുരാൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ്, നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നിർവചിപ്പാൻ നമുക്ക് കഴിയണം. നമ്മുടെ സമയത്തെ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നിർവചിക്കപ്പെടുവാൻ കഴിയണം. നമ്മുടെ ചരിത്രത്തെ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ നിർവചിക്കപ്പെടുവാൻ കഴിയണം. ചിലതിനോട് സമരസപ്പെടുവാനായിട്ട് കഴിയുകയില്ലെങ്കിൽ ഒക്കില്ല എന്ന് പറയുവാനുള്ള ആർജവത്വം നമുക്കുണ്ടാകണം. നമുക്കുള്ളത് സ്വർഗസ്ഥനായ ക്രിസ്തുവിലൂടെ, പുത്രനായ ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ആ നിരപ്പിൻ്റെ ശുശ്രൂഷയുടെ അനുഭവമാണ്. അതിൽ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയണം. അതിന് മുന്നോട്ട് പോകാനായിട്ട് കഴിയണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് മുമ്പ് പാടിയ പാട്ട് ഓർക്കുന്നുണ്ടല്ലോ, നമ്മുടെ ഹാസ്യാക്രമത്തിലെയാണ്. നമുക്ക് മുന്നോട്ട് നോക്കുവാനുള്ളത് ക്രിസ്തുവും ക്രിസ്തുവിൻ്റെ കുരിശും മാത്രമാണ്. ക്രിസ്തുവിൻ്റെ കുരിശിനെ നോക്കി യാത്ര ചെയ്യുവാൻ പൂർണ്ണ സമയ സുവിശേഷ വേലയ്ക്ക് നമുക്ക് ആളുകളെ ആവശ്യമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ അതിനു വേണ്ടി കൊടുക്കണം. ക്രിസ്തുവിൻ്റെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി എരിയുന്ന ദീപങ്ങളായിട്ട് ശോഭിപ്പാൻ നമ്മുടെ പിതാക്കന്മാർക്ക് ഇന്നലകളിൽ സാധിച്ചുവെങ്കിൽ അതിൻ്റെ കാരണം രാവിലെയും വൈകിട്ടും കുടുംബ പ്രാർത്ഥനകളുണ്ടായിരുന്നു, വേദപുസ്തക പഠനം ഉണ്ടായിരുന്നു. ഈ മാരാമൺ കൺവെൻഷൻ വിട്ട് പോകുമ്പോൾ നമുക്കൊരു റെസൊല്യൂഷൻ എടുക്കണം. ദൈവവചനത്തിൽ ആഴത്തിലേക്ക് പോകുന്നതിന് അറ്റ്ലീസ്റ്റ് ഞാനൊരു 10 വാക്യമെങ്കിലും രാവിലെയും വൈകിട്ടും വായിച്ച് ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് പ്രാർത്ഥിക്കും. അങ്ങനെ പോകാൻ കഴിഞ്ഞാൽ എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും എന്നുള്ള ബോധ്യത്തോടുകൂടെ വർത്തമാന കാലഘട്ടത്തിൽ ജീവിപ്പാൻ കഴിയുമ്പോൾ എണ്ണത്തിലും മേന്മയിലും നന്മയിലും വർദ്ധിച്ചു വരുന്നൊരു സമൂഹമായിട്ട് കഴിയും.
അങ്ങനെ വരുമ്പോൾ കർത്താവിന് വേണ്ടി എരിഞ്ഞ് ശോഭിക്കുന്ന ദീപമായി ജീവിപ്പാൻ സാധിക്കും. ഈ ഫയർ നിലനിൽക്കുവാൻ, ഈ തീ നിലനിൽക്കുവാൻ കഴിയുമ്പോൾ പ്രകാശിക്കപ്പെട്ട പ്രകാശിതനായി മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കുന്ന പ്രകാശിതനായി കർത്താവിൻ്റെ തിരുശരീരമാകുന്ന സഭയുടെ കെട്ടുമണിയിൽ നമുക്ക് ഒരുമിച്ച് പങ്കാളികളായി തീരുവാൻ സാധിക്കും. അതിന് ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കിനെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.